CPM-ന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ് പൊളിറ്റിക്കൽ ഡയറക്ഷൻ. ആ ഡയറക്ഷനാണ് സംഭവിക്കുന്നത്. അല്ലാതെ പേരാമ്പ്രയിൽ ഒരു സംഭവമില്ലാതെ ഒരിടത്ത് ഒരു പ്രശ്നമുണ്ടായെടുത്ത് മധ്യസ്ഥനായി വന്ന ആളെ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചു എന്ന് വളരെ പരസ്യമായി പറഞ്ഞ് നമ്മൾക്ക് പിരിഞ്ഞു പോവാം, വളരെ പ്രൊവോക്ഡായ പ്രവർത്തകരോട് പിരിഞ്ഞു പോവാമെന്ന് സ്ഥലം MP പറഞ്ഞ് പിരിഞ്ഞു പോവാൻ നോക്കുമ്പോൾ മൂന്നാളപ്പുറത്തുനിന്ന് ഒരു ചങ്ങാതി കയറി ലാത്തി കൊണ്ട് അടിക്കേണ്ട എന്ത് സാഹചര്യമാണ് ആ സമയത്ത് പേരാമ്പ്രയിലുള്ളത്? ആ സമയത്ത് MP-യോട് പറയുന്നു, ഞാൻ അയാളെ കണ്ടിട്ടേ പോകൂ, എന്നെ വെറുതെ കയറി അടിച്ചതാണ്, അയാളെ കണ്ടിട്ടേ പോകൂ എന്ന് പറഞ്ഞ് ദൃശ്യമാധ്യമങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇത്രയും ദിവസം കാത്തുനിന്നു. അത് വന്ന ഉടനെ തന്നെ CPM-ന്റെ പ്രൊഫൈലുകൾ, CPM-ന്റെ നേതാക്കന്മാർ പറഞ്ഞു, എന്ത് ടെസ്റ്റ് നടത്തണമെന്നാണ് പറഞ്ഞത്? ഫോറൻസിക് ലാബിൽ പോകണം, ഇത് ശസ്ത്രക്രിയയല്ല, ഇത് താടി വടിക്കണം, മീശ വടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ലോ പ്രൊഫൈലിൽ നിന്ന് സംസാരിച്ച് CPM-കാരാണ്. അതിനുശേഷം പേരാമ്പ്രയിൽ നടന്ന സമ്മേളനത്തിൽ CPM-ന്റെ സമ്മേളനത്തിനകത്ത് വെച്ച് EP ജയരാജൻ പോളിറ്റ് ബ്യൂറോ മെമ്പർ പറഞ്ഞത്, ഇപ്പം മൂക്കിന്റെ പാലമേ പോയിട്ടുള്ളൂ, ബാക്കിയുള്ളത് നീ അനുഭവിക്കുമെന്ന് CPM-ന്റെ LDF-ന്റെ മുൻ കൺവീനർ വന്ന് പേരാമ്പ്രയിലെ 100 കണക്കിന് ആളുകളോട് ദൃശ്യമാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് പറയണമെങ്കിൽ അവർ ഫോക്കസ് ചെയ്യുന്നത്, അവർ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഷാഫിയാണ്. എന്തിനാ ഷാഫിയെ ലക്ഷ്യം വെക്കുന്നത്? ഇന്ന് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ വിഷയം എന്ന് പറഞ്ഞാൽ ശബരിമലയാണ്, കള്ളന്മാരാണ്. ഓരോ ദേവസ്വം ബോർഡും പ്രതിയായി വന്നുകൊണ്ട് ഓരോരുത്തരായി ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കെട്ട അയ്യപ്പ ഭക്തർക്ക് പ്രയാസമുണ്ടാക്കിയ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ ഹൈഡ് ചെയ്യണം, അതിനെ മറച്ചു വെക്കണം. അതിന് ഏറ്റവും നല്ല ടൂൾ എന്താ? ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാർക്ക് സ്വാധീനമുള്ള, ശക്തിയുള്ള, വൈകാരിക അടുപ്പമുള്ള ഒരാളെ അറ്റാക്ക് ചെയ്യുക, വിഷയത്തെ പേരാമ്പ്രയിലേക്ക് കൊണ്ടുപോവുക, ഷാഫിയിലേക്ക് കൊണ്ടുപോവുക, കുറെ ആളുകളെ പിടിച്ചകത്തിടുക. അതിനപ്പുറത്തേക്ക് എന്താണുള്ളത്? ഇത് ഞാൻ പറഞ്ഞതല്ല, കോൺഗ്രസ് പറഞ്ഞതല്ല. ഈ പ്രശ്നമുണ്ടായതിന്റെ 2ാമത്തെ ദിവസം റൂറൽ SP ബൈജു വളരെ കൃത്യമായിട്ട് പറയുന്നു, ഞങ്ങളുടെ സേനയ്ക്കകത്തുള്ള ചിലരാണ് ബോധപൂർവം പ്രശ്നമുണ്ടാക്കിയത്. AI ടൂൾ ഉപയോഗിച്ച് ഞങ്ങൾ അവരെ കണ്ടെത്തും. എവിടെ എത്തി AI ടൂൾ? 15 ദിവസം കഴിഞ്ഞല്ലോ. AI ഉണ്ടോ? ഞങ്ങളുടെ സേനയിലകത്തുള്ള ആളുകളാണ് ഈ ചെയ്തത് എന്ന് പറഞ്ഞ റൂറൽ SP പിന്നീട് മിണ്ടിയോ? പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞോ? നമ്മൾ കണ്ടു, ഹരിപ്രസാദ് എന്ന DYSP മെഡിക്കൽ കോളേജ് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് ചോരയൊലിക്കുക, ഗ്രനേഡ് കൈ പൊട്ടിയിട്ട്. എന്നിട്ട് അദ്ദേഹം സഹപ്രവർത്തകരോട് ചോദിക്കുന്നത് എന്താ? MP-യെ കൊണ്ടുവന്നോ? MP അഡ്മിറ്റ് ചെയ്തോ? ഒരു ലാത്തി ചാർജും ഉണ്ടായിട്ടില്ലെങ്കിൽ, അവിടെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെങ്കിൽ, ഷാഫി പറമ്പിൽ തല്ലിയിട്ടില്ല എങ്കിൽ എങ്ങനെ അതിന് നേതൃത്വം കൊടുത്ത ഹരിപ്രസാദ് എന്ന DYSP സഹപ്രവർത്തകരോട് MP-യെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കോ? അത് പർപ്പസ്ഫുള്ളിയാണ്. ഷാഫി പറമ്പിൽ MP-യെ അടിക്കുക എന്നുള്ളതും അവിടെ കലാപം ഉണ്ടാക്കുക എന്നുള്ളതും കേരളത്തിലെ വിഷയത്തെ ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതും CPM-ന്റെ പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ആ ഡിസിഷനാണ് അവർ നടപ്പിലാക്കിയിട്ടുള്ളത്. അല്ല അതൊരു കോളേജിലെ ഇലക്ഷനിൽ ഒരു KSU-കാരൻ ജയിച്ചതിന്റെ പേരിൽ ആ നാട്ടിൽ മുഴുവൻ കലാപം ഉണ്ടാക്കേണ്ട എന്ത് രാഷ്ട്രീയ സാഹചര്യമാണ് പേരാമ്പ്രയ്ക്കകത്തുള്ളത്? പേരാമ്പ്ര എന്ന് പറയുന്ന രാഷ്ട്രീയ ഭൂപടത്തിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണം എന്ത് കാര്യമാണുള്ളത്? അതിനുശേഷം പേരാമ്പ്രയിലെ മറ്റൊരു നേതാവ് പ്രഖ്യാപിക്കുന്നു, കോൺഗ്രസ്സുകാരാണ്, UDF-കാരാണ് സ്ഫോടക വസ്തു എറിഞ്ഞത്. ആ സ്ഫോടക വസ്തു വരുന്നു പിറ്റേ ദിവസം കോൺഗ്രസ്സുകാരുടെ, ലീഗുകാരുടെ വീട്ടിൽ കയറുന്നു, 3 മണിക്ക് അറസ്റ്റ് ചെയ്യുന്നു. ഇന്നും 7 പേർ ജയിലിലാണ്. ഇപ്പോഴും അവിടെ അറസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അമ്പായത്തോട്ടിലേക്ക് മാറിയതുകൊണ്ടാണ് 2 ദിവസമായിട്ട് അവിടെ, ഇന്നലെ മുതൽ അവിടെ റെയ്ഡില്ല. എന്ന് പറഞ്ഞാൽ ഇവരുടെ താല്പര്യം എന്താണ്? ഇവരുടെ താല്പര്യം ഈ ഒരു വിഷയത്തെ എങ്ങനെയെങ്കിലും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ശ്രമം, മറ്റൊരു വലിയ വിഷയത്തെ മറച്ചു വെക്കാനുള്ള ശ്രമമാണ് ബോധപൂർവം നടത്തിയിട്ടുള്ളത്. അല്ലാതെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട, നമ്മളൊന്ന് ആലോചിച്ച് നോക്കാൻ നിഷാദെ, കഴിഞ്ഞ നിയമസഭയ്ക്കകത്താണ് പിണറായി വിജയൻ വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞത് 144 പേരെ ഞങ്ങൾ പിരിച്ചുവിട്ടു എന്ന്. ആ പിരിച്ചുവിട്ടു എന്ന് പത്രത്താളുകളിൽ വന്ന, കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമല്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളിലും മാധ്യമങ്ങളിലും അച്ചടിച്ചു വന്ന ഒരു ചങ്ങാതിയാണ് ഇന്ന് വടകര കൺട്രോൾ റൂമിനകത്ത് ഇരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? ഒരു കാലത്ത് 2023 ജനുവരിയിൽ പുറത്താക്കി, മെയ് മാസമാണ് പിന്നീട് അയാൾക്കെതിരെ അന്വേഷണ കമ്മീഷൻ വെക്കുന്നത്. പിന്നെ തിരിച്ചെടുത്ത വാർത്ത ഒരു പത്രത്തിലും വന്നിട്ടില്ല. എങ്ങനെ ഈ അഭിലാഷ് ഡേവിഡ് പിരിച്ചുവിട്ട പട്ടികയിൽപ്പെട്ട ആൾ എങ്ങനെയാണ് സർവീസിലേക്ക് തിരിച്ചു വന്നത്? അയാൾ എങ്ങനെ കൃത്യമായി വടകരയിൽ തന്നെ എത്തി? എങ്ങനെ വടകരയിലെ കൺട്രോൾ റൂമിൽ അങ്ങനെ എത്തി? എങ്ങനെ വടകരയിൽ നിന്ന് അയാൾ ഇങ്ങനെ ആയ വളരെ ട്രാക്ക് റെക്കോർഡുള്ള ലൈംഗിക അപവാദ കേസുണ്ട്, പിടിച്ചുപറിയുണ്ട്, മാഫിയ കേസുണ്ട് തുടങ്ങി എല്ലാ സാധനവും ചാർത്തപ്പെട്ട ഈ CPM-ന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഗുണ്ട CI എങ്ങനെ വടകരയിലെത്തി? അങ്ങനെയുള്ള വടകര കൺട്രോൾ റൂമിനകത്തത്, കൺട്രോൾ റൂം പുറത്തേക്ക് വലിയ പണിയൊന്നുമില്ലാത്ത ലോ ആൻഡ് ഓർഡറിലേക്ക് പോവാത്ത കൺട്രോൾ റൂം CI എങ്ങനെ പേരാമ്പ്രയിലെത്തി? എന്തുകൊണ്ട് അയാളെ കൊണ്ട് ഈ പണിയെടുപ്പിച്ചു എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം പറയേണ്ടത്. ഈ സമയമായിട്ടും ശ്രീ ഷാഫി പറമ്പിൽ MP പത്രസമ്മേളനം നടത്തി. ഈ വൈകുന്നേരമായിട്ടും ആഭ്യന്തര സംവിധാനത്തിന്റെ ഭാഗത്തുനിന്ന്, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ, ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്ന്, വേണ്ട പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന്, ഇന്നലെ നമ്മൾ കണ്ടല്ലോ അമ്പായത്തോടിൽ തീവപ്പുണ്ടായ സമയത്ത് ഇന്നലെ CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മറുപടി എന്താ പറഞ്ഞത്? SDPI-കാർ നുഴഞ്ഞു കയറിയിട്ടാണ് പ്രശ്നമുണ്ടാക്കിയത്. അവിടെ DYFI-യുടെ ബ്ലോക്ക് സെക്രട്ടറി മെഹറൂഫാണ് 1-ാം പ്രതി.